ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. പരമാവധി ആരും മിസ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഒരടിപൊളി ഫ്രീ ഓഫറും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നവർക്ക് നമ്മൾ തരുന്നുണ്ട് കേട്ടോ. അപ്പം ഒരിക്കലും മിസ്സാക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് ഹൈബ്രിഡ് ബോൾസത്തിൻ്റെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഒരു ഓഫർ സെയിലാണ് കേട്ടോ. നമുക്ക് ഈ ഒരു മഴക്കാലത്ത് ഈ ഒരു ടൈമിൽ, മൺസൂൺ ടൈമിൽ നമുക്ക് എല്ലാവർക്കും പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് ഹൈബ്രിഡ് ബോൾസം എന്ന് പറയുന്നത്. നാട്ടിലോട്ടുള്ള ഒത്തിരി പേർക്കൊക്കെ വളരെ ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഒത്തിരി പേര് ബുദ്ധിമുട്ടുന്നുണ്ട് ഇത് ഈ പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പം ഈ ഒരു ടൈം നല്ല ബെസ്റ്റ് ടൈമാണ്. നമ്മളിത് റൂട്ടഡ് ആക്കുന്നത് കൊണ്ട് തന്നെ പറയുന്നതാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ കട്ടിങ്സ് വെച്ചാൽ ഉറപ്പായിട്ടും പ്ലാന്റ്സ് പിടിച്ച് കിട്ടും. നിങ്ങൾക്ക് കട്ടിങ്സ് എടുക്കാൻ പരുവത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത്. മിനിമം 3 ബ്രാഞ്ചസ് എങ്കിലുമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ അടിപൊളി കളേഴ്സ് എന്ന് പറയുന്നത്. ആരും പരമാവധി കളേഴ്സ് സെലക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഉള്ള കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ ഫോട്ടോ ഇട്ട് തന്നാൽ ആ കളർ ഒഴിവാക്കിയിട്ട് കോംബോ അയച്ച് തരുന്നതായിരിക്കും. അതിന് നമ്മൾ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം 15 കളേഴ്സോളം നമുക്ക് ബോൾസം പ്ലാന്റ് അവൈലബിൾ ആണ്. നമ്മൾ 10 കളേഴ്സിൻ്റെയും 5 കളേഴ്സിൻ്റെയും കോംബോ ആയിട്ടായിരിക്കും ഈ ഹൈബ്രിഡ് വെറൈറ്റി നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും 15 വെറൈറ്റിയും വേണമെന്ന് ഇഷ്ടം ഉള്ളവരും വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടെങ്കിൽ നമ്മളോടത് വാട്സപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ചോദിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളപ്പം പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കർണാടക, തമിഴ്നാട് ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, നമുക്ക് സ്പീഡ് പോസ്റ്റും DTDC ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പരമാവധി DTDCയിൽ തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്പീഡ് പോസ്റ്റ് കേരളത്തിൻ്റെ പുറത്ത് ഓക്കെയാണ്, കേരളത്തിൻ്റെ അകത്ത് ചില ടൈമിലൊക്കെ ഡിലേ ആവുന്നത് കൊണ്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രമേ സ്പീഡ് പോസ്റ്റിൽ ഓർഡർ ചെയ്യാവുള്ളൂ. പരമാവധി എല്ലാവരും DTDCയിൽ തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഈ അടിപൊളി കളേഴ്സ് ഞാൻ സെപ്പറേറ്റ് ഒന്നും കാണിക്കുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ കളേഴ്സും പ്ലാന്റ് സൈസും ഒക്കെ വരുന്നത്. പ്ലാന്റ് സൈസ് കവറിൽ ഞാൻ ഇടയ്ക്ക് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ പ്ലാന്റ്സ് മുൻപ് മേടിച്ചവർക്കൊക്കെ അറിയാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പം കളർ എന്ന് പറയുന്നത് വെരിഗേറ്റഡിൽ തന്നെ നമുക്കൊരു 4 കളേഴ്സോളം അവൈലബിൾ ആണ്. പിന്നെ ഡബിൾ ഷെയ്ഡ്സ് ഒരു 8 കളേഴ്സോളം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വരുന്നത് സിംഗിൾ ഷെയ്ഡാണ്. സിംഗിൾ ഷെയ്ഡ് റെഡ്, ഓറഞ്ച്, മജന്ത, വൈറ്റ്, പർപ്പിൾ, അങ്ങനെ ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു 15 ഷെയ്ഡ്സോളമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പരമാവധി നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സ് കിട്ടുമ്പോൾ തന്നെ കട്ടിങ്സ് എടുത്ത് മാറ്റി നടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് കട്ടിങ്സ് എടുക്കുന്നതിലോ നടുന്നതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ വാട്സപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൾ ചെയ്താൽ നമ്മൾ ആ ഒരു ടൈമിൽ എടുത്തില്ലെങ്കിൽ നമ്മൾ തിരിച്ച് വിളിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ, പ്ലാന്റ്സ് നട്ട ഉടനെ നമ്മുടെ കയ്യിൽ കിട്ടി നട്ട ഉടനെ നല്ല മഴയത്ത് വെക്കാതിരിക്കുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അത്യാവശ്യം ചാറ്റൽ മഴ കൊള്ളുന്ന രീതിക്ക് പ്ലാന്റ്സ് വെക്കുക. അത് പ്ലാന്റ്സ് പിടിച്ച് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ടൈമിൽ ഇട്ട് കൊടുക്കാവുള്ളൂ. ചാണകം കലക്കി ഒഴിക്കാൻ പാടില്ല. മഴയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെടികൾ ചീഞ്ഞു പോകും. അത് ബോൾസം പ്ലാന്റ് മാത്രമല്ല, ഇതുപോലെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിന് ഇപ്പം നമ്മൾ ലിക്വിഡ് ഫോമിൽ വളങ്ങൾ കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നടുന്ന രീതി എങ്ങനെയാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ നടുന്നത് കുറച്ച് മണൽ, കുറച്ച് മണ്ണ്, കുറച്ച് ചാണകപ്പൊടി, ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും നടുന്നത്. ഇപ്പോൾ എല്ലായിടത്തും മണൽ അവൈലബിൾ അല്ലാത്തവരുണ്ട്. അപ്പം അവർക്ക് കുറച്ച് ഒരു പിടി ചകിരിച്ചോറ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അത്രയും മാത്രം ഉപയോഗിച്ചാൽ മതി. ചിലവർ നടുമ്പോൾ ഒത്തിരി ഓവറായിട്ട് വളങ്ങളിട്ട് നടും. എന്ന് വെച്ചാൽ ഈ വേപ്പ് പിണ്ണാക്ക് അങ്ങനെയുള്ള വളങ്ങളിട്ട് നടും. അങ്ങനെ ഇപ്പം നടാൻ പാടില്ല.
ഉണങ്ങിയ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഞാൻ നടുന്ന രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ പലരും പല രീതിക്കായിരിക്കും നടുന്നത്. ഞാൻ ഇങ്ങനെയാണ് പ്ലാന്റ്സ് പിടിപ്പിച്ചെടുക്കുന്നത്. ചാണകപ്പൊടി മാത്രമേ നടുമ്പോൾ ഉപയോഗിക്കാറുള്ളൂ. കട്ടിങ്സ് പക്ഷേ മണ്ണിലോ അല്ലെങ്കിൽ ചകിരിച്ചോറിലോ അല്ലെങ്കിൽ മണലിലോ വെച്ച് നിങ്ങൾക്ക് കട്ടിങ്സ് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. അത്യാവശ്യം ഇരുട്ട് മുറിയിലോ ഇരുട്ട് ഭാഗത്തോ കയറ്റി പ്ലാന്റ്സ് വെക്കാൻ പാടില്ല. അത്യാവശ്യം സൺലൈറ്റ് വെട്ടം കിട്ടുന്നിടത്ത് മാത്രമേ ഫ്ലവറിങ് പ്ലാന്റ്സ് വെക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതൊക്കെ ഈ പ്ലാന്റ് നശിച്ചു പോകാനായിട്ടുള്ള പെട്ടെന്ന് ചാൻസാണ്. പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് നശിച്ചു പോകും. അതുപോലെ തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ പരമാവധി അവസാനം വരെ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പൂക്കളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ നിങ്ങൾ ഈ പൂക്കളൊക്കെ കണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ഒരു വെറൈറ്റി പ്ലാന്റ്സ് നല്ലോണം പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഒരു പ്ലാന്റ് നിങ്ങൾക്കതൊന്ന് പിടിച്ച് കിട്ടിയാൽ പരമാവധി പെട്ടെന്ന് തന്നെ കട്ടിങ്സ് എടുത്ത് മാറ്റി വേറെ പ്ലാന്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ വേനലൊക്കെ ആകുമ്പോൾ നാട്ടിലോട്ടൊക്കെ നല്ല വെയിലും നല്ല ചൂടുമാണ്. അപ്പം നമ്മുടെ സ്ഥലം വരുന്നത് ഇടുക്കിയാണ്. ഇടുക്കിയിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് നാട്ടിലോട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ എല്ലായിടത്തും നമ്മുടെ അടുത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ നാട്ടിലോട്ടും അത്യാവശ്യം മഴ കിട്ടുന്നത് കൊണ്ട് ചൂട് കുറവാണ്. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അതുപോലെ അത്യാവശ്യം നല്ല വേനലാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കട്ടിങ്സ് മാറ്റി വെച്ച് വേറെ പ്ലാന്റ്സ് ആക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നു വെച്ചാൽ നമ്മുടെ മദർ പ്ലാന്റ്സ് ചിലപ്പോൾ നല്ല ചൂടത്ത് നശിച്ചു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പുതിയ പ്ലാന്റ്സ് ആക്കിയെടുക്കണമെന്ന് പറയുന്നത്. അത് ഈ ഒരു വെറൈറ്റിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് കട്ടിങ്സ് അല്ലെങ്കിൽ സീഡ്സ് ഒക്കെ കളക്ട് ചെയ്ത് പുതിയ പ്ലാന്റ്സ്, പ്രത്യേകിച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. പുതിയ പ്ലാന്റ്സ് വേനലൊക്കെ ആവുന്നതിന് മുമ്പ് ഈ ഒരു ടൈമാണ് ബെസ്റ്റ് ടൈം. നിങ്ങൾക്ക് പ്രൊപ്പഗേഷന് പറ്റിയ ടൈമാണ്. അതുപോലെ ഈ ഒരു മഴക്കാലത്ത് ഒത്തിരി വളങ്ങളുടെ ആവശ്യമേ ഇല്ല. അല്ലാതെ തന്നെ നമ്മുടെ ചെടികളൊക്കെ നല്ലോണം ഗ്രോത്തും നല്ലോണം മഴയത്ത് വെച്ചില്ലെങ്കിൽ നല്ലോണം ഫ്ലവർ തരുന്ന ഒരു ടൈമാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ ഡയറക്റ്റ് സൺലൈറ്റിൽ നല്ല വെയിലത്തോ അല്ലെങ്കിൽ നല്ല മഴയത്ത് വെള്ളം കുത്തി ഒലിച്ച് വീഴുന്ന പോലെ വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ അത്യാവശ്യം മഴ കിട്ടുന്നിടത്ത് തന്നെ, വെട്ടം കിട്ടുന്നിടത്ത് തന്നെ ഈ ഒരു പ്ലാന്റ് വെക്കാൻ പാടുള്ളൂ. അതൊക്കെയാണ് നമ്മുടെ ബോൾസം പ്ലാന്റ്സിൻ്റെ പ്രത്യേകം നമ്മൾ കെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. എല്ലാവരും മെയിനായിട്ടും ഈ ഒരു വലിയ പ്ലാന്റ് തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല കളേഴ്സാണ് എല്ലാം വരുന്നത്. നല്ല വലിപ്പമുള്ള പൂക്കളും അതിൻ്റെ ലീഫ് തന്നെ കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ്. ലൈറ്റ് ഗ്രീനിൽ വരുന്നുണ്ട്, ഡാർക്ക് ഗ്രീനിൽ വരുന്നുണ്ട്, ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്നുണ്ട്. പിന്നെ വെരിഗേറ്റഡ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ലീവ്സ് കാണാനായിട്ട്. ഇതിൽ ഒക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കളേഴ്സ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാം നല്ല മഴയത്ത് നല്ലോണം കുളിച്ച് നിൽക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. പൂക്കളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളേഴ്സ്, ഡബിൾ ഷെയ്ഡ്സ് ആകട്ടെ, സിംഗിൾ ഷെയ്ഡ് ആകട്ടെ, അതുപോലെ വെരിഗേറ്റഡ് ലീഫ് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡനൊക്കെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം മനോഹരമാക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണെന്ന്. ഈ ഒരു ടൈമിൽ ഉറപ്പായിട്ടും ഒരു 5 പ്ലാന്റിൻ്റെ കോംബോ എങ്കിലും നിങ്ങൾ മേടിച്ചൊന്ന് നടാനായിട്ട് ശ്രദ്ധിക്കുക. 100% കൺഫേമാണ്, പിടിച്ചു കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ റേറ്റും കൂടെ നമ്മൾ പറയുന്നുണ്ട്. 10 കളേഴ്സിൻ്റെ കോംബോ വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ 800ഉം, 5 കളേഴ്സിൻ്റെ കോംബോ വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ 450 ആയിരിക്കും കേട്ടോ. ഒരു അടിപൊളി കോംബോയിലാണ് നമ്മൾ ഈ ഓഫർ നിങ്ങൾക്ക് തരുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ ഇത് പരമാവധി യൂസ് ചെയ്യുക ഈ ഒരു ഓഫർ. അപ്പം ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ടുള്ളൊരു ബോൾസം പ്ലാന്റിൻ്റെ വീഡിയോ ആണ്. അപ്പം മടിക്കാതെ ഓർഡർ പെട്ടെന്ന് തന്നെ പ്ലേസ് ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ.